കറിയില്ലാതെ പിന്നെ ചോറിനോ? അതെന്താ വലിയ സർപ്രൈസ് ഉണ്ട്. ഇവിടെ ഇരുന്ന് വെറും 10 മിനിറ്റിൽ 6 കൂട്ടം കറികളോട് കൂടി ഒരു കൊച്ചു സദ്യ. എന്നാന്ന് പുറത്തു പോയി നോക്കിയേ. അല്ല, ഒന്നും വണ്ടിക്കാരൊന്നും വന്നില്ല ഇവിടെ. ഇത് എപ്പോഴാ വന്നേപ്പ? എന്നാ നമുക്ക് എടുത്തോണ്ട് പോയി തുറക്കാം, പൊട്ടിച്ചു നോക്കാം. അപ്പൊ ഇനി എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നോക്കാട്ടോ. അമ്മ അറിയിക്കാതെ കൊണ്ടുവന്നു, അതിലല്ലേ അതിന്റെ ത്രില്ല്. അത് ശരിയാ, പക്ഷെ ഞാൻ അറിയാതെ അങ്ങനെ പലതും നടക്കണമല്ലോ, എന്ന് ഞാൻ ഉണ്ടാവൂലല്ലോ. അതാണ് സംഭവം. 10 മിനിറ്റിൽ ഒരു കൊച്ചു സദ്യ റെഡിയായി. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് അത്തമാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും ആദ്യം തന്നെ ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ എല്ലാവരുടെയും വക അത്തം ദിനാശംസകൾ നേരുന്നു. വർണ്ണശബളമായ പൂക്കളെ കണ്ടുകൊണ്ട് നമുക്കിന്ന് തുടങ്ങാം. ഇന്നേക്ക് ഇനി 10ാം ദിവസം പൊന്നോണാണ് അല്ലേ? അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാനേ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞുകൊണ്ടൊന്നും ശരിയാവില്ല. ഞാൻ ഇച്ചിരി തേങ്ങ ഇരണ്ടിയിട്ടുണ്ട്, മുളകും ഉള്ളിയും ചുട്ടൊരു പുളിയിട്ടുള്ള ചമ്മന്തി. അതെന്തിനാ? അല്ല, ഉച്ചയ്ക്ക് ചോറിനാൻ മീൻകറിയേ ഉള്ളൂ, പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടിയേ ഉള്ളൂ. അതെ, ഇന്ന് കറിയൊന്നും വേണ്ട. കറിയില്ലാതെ പിന്നെ ചോറിനോ? എനിക്ക് മീൻകറി, എനിക്കിതേ ഞാൻ ചമ്മന്തി എനിക്ക് വേണ്ടിയാ. മീൻകറി ഇരിപ്പുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും, എല്ലാവർക്കും ഉള്ളതുകൊണ്ട് എനിക്ക് വേണ്ട. ഇന്നലെയൊക്കെ കൂട്ടിയത് കൊണ്ടേ അടുപ്പിച്ച് കൂട്ടാറില്ലല്ലോ. അപ്പൊ ഇച്ചിരി ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ എനിക്കത് ധാരാളം മതി. ഇന്ന് കറി വേണ്ടെന്നേ. കോവയ്ക്കാൻ മെഴുക്കുവരട്ടി അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. അതെന്താ? വലിയ സർപ്രൈസ് ഉണ്ട്. ഇന്ന് നമുക്കൊരു സദ്യ കഴിച്ചാലോ? അരിയെ പോവാനാണോ? അല്ല, ഇവിടെ ഇരുന്ന് വെറും 10 മിനിറ്റിൽ 6 കൂട്ടം കറികളോട് കൂടി ഒരു കൊച്ചു സദ്യ. അപ്പൊ ഇപ്പൊ വരുവോ സദ്യ? നീ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നാന്ന് പുറത്തു പോയി നോക്കിയേ. അല്ല, ഒന്നും വണ്ടിക്കാരൊന്നും വന്നില്ല ഇവിടെ. വണ്ടിയൊന്നും വന്നില്ല. അല്ല, നോക്കിയേ, പുറത്തു പോയി നോക്കാട്ടോ. ഇപ്പൊ നോക്കാം. സാധാരണ എന്നും അപ്പൊ പറഞ്ഞാലോ കുടു 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 കുടൂന്ന് പുറകിൽ വെച്ച് കെട്ടി വണ്ടി വരവല്ലേ ഇവിടെ പണി. ഓരോ സാധനങ്ങള് എന്നിട്ട് ശേഖരിച്ച് വെക്കൽ അപ്പയുടെ ചുമതല. ഞാൻ നോക്കാം എന്നാന്നുള്ളത്. എക്സൈറ്റഡ് ആണോ? അല്ല, 6 കൂട്ടം കറി കൂട്ടി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നാന്ന് എനിക്ക് മനസ്സിലാവണില്ല. അത് നോൺ വെജ് ആണോ വെജ് ആയിരിക്കും ചിലപ്പോ. തെന്നരുത് കേട്ടോ. തെന്നൊന്നുമില്ല. കംപ്ലീറ്റ് മഴ പെയ്തത് കൊണ്ടേ ഞാൻ റെട്രോ വാക്കിങ്. ഇത് എപ്പോഴാ വന്നേപ്പ? ഞാനാണല്ലോ ഏറ്റവും ആദ്യം ഉണർന്നത്. ഇത് ഇന്നലെ വന്നതാ, ഞാനത് കാണാതെ എടുത്തു വെച്ചതാ. അത് ഞാനറിയാതെ ഒരു വണ്ടി ഇവിടെ വന്നോ? അപ്പൊ പറഞ്ഞ പോലെ തൂണിലും തുരുമ്പിലും ശ്രദ്ധിച്ച് നടക്കുവല്ലേ. ഞാൻ പക്ഷെ അറിഞ്ഞില്ല കേട്ടോ വണ്ടി വന്നാ. ഞാൻ ഉച്ചക്ക് എന്നാലും ഞാൻ മയങ്ങിയെങ്കിലും അങ്ങനെയൊന്നും മയങ്ങിയില്ലായിരുന്നു. ചിലപ്പോ എന്നാ എനിക്ക് ഒരു ഡൗട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ ഒപ്പിച്ച് പോണേ ഗേറ്റേലായിരിക്കും വന്നത്. ഗേറ്റേല് വന്നാ ഞാൻ അറിയൂല കേട്ടോ. ഇച്ചിരി അങ്ങ് നീങ്ങി പോണ്ടേ. എന്നാന്ന് വെച്ചാൽ അപ്പ എപ്പോഴും അവിടെ ഉണ്ടാവും. ചിലപ്പോ അവിടെ ഈ പുല്ലിന്റെ ഒക്കെ ക്ലീനിങ് നടത്തുമ്പോഴാ വന്നെങ്കിൽ അപ്പൊ പറയും ആ തുണയിൽ ഇരുന്നോട്ടെ, ഞാൻ എടുത്തോണ്ട് പോക്കളാന്ന്. പക്ഷെ എന്നെ കാണിച്ചില്ല. നീ പറഞ്ഞിട്ടുണ്ടായിരുന്നായിരിക്കും. അതാണ്. അപ്പൊ ഇത് കറിക്കിറ്റാണോ? അപ്പൊ ഇന്ന് ചോറ് മാത്രം വെച്ചാ മതി. ചോറ് റെഡിയാ. ചോറ് വിസിലടിപ്പിച്ച് 10:30 ആയപ്പോഴേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓ, നല്ല പാക്കിംഗ് ആണല്ലോ. ഇല്ല അതിനകത്ത്. ദേ, ഞാൻ വായിച്ചു, ടേസ്റ്റി നിബിൾസ്. അത് തന്നെ. കറി മാത്രമേ ഉള്ളൂ. ഇതാ കറി മാത്രമേ ഉള്ളൂ അല്ലേ? എന്നാ നമുക്ക് എടുത്തോണ്ട് പോയി തുറക്കാം, പൊട്ടിച്ചു നോക്കാം. എനിക്ക് മനസ്സിലായി. ഇതിന്റെ കറിയാകുമ്പോ നമ്മൾ ചൂടാക്കി എടുത്താൽ മതി. കുക്ക് ചെയ്ത കറികളാണ്. നേരത്തെ നമ്മള് പല പ്രാവശ്യം നീ ഇങ്ങനെ സാമ്പാറും അവിയലും ഒക്കെ ആയിട്ട് കറി മേടിച്ചോണ്ട് വരാറില്ല. തോരനൊക്കെ കൂട്ടുകറിയൊക്കെ നീ കൊണ്ടുവരാറുണ്ട് ഇതിന്റെ. അപ്പൊ നമുക്ക് ഏതായാലും കട്ട് ചെയ്തെടുക്കാം. 11 മണി ആവണുള്ളൂ. പക്ഷെ കട്ട് ചെയ്തെടുത്ത് ഇത് 6 കൂട്ടം കറി ഉണ്ടെങ്കിൽ ഓരോന്നും ചൂടാക്കണ്ടേ, ചൂടാക്കി എടുക്കണം. അപ്പൊ നമുക്കെന്നാ കിച്ചണിലേക്ക് കൊണ്ടുപോകാം. ഇതിപ്പോ വലിയ സർപ്രൈസാ. ഈ കറിയാകുമ്പോ ഉച്ചക്ക് കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കും ഉണ്ടാവും. ഇന്ന് തന്നെ തീർക്കാം. ഇന്ന് തീർക്കണം. വെച്ചോണ്ടിരിക്കണ്ട, ശരിയാവൂല. ചൂടാക്കി കഴിഞ്ഞേച്ചേ ഒരു ഐറ്റം ചൂടാക്കി കഴിഞ്ഞേച്ച് വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റി വെക്കണേ ഹെൽത്തിന് നല്ലതല്ലെന്നാ പറയണത്. അങ്ങനെ ഞാൻ ചെയ്യാറില്ല. നമ്മള് കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് കഴിക്കാനുള്ളത് വെച്ചേച്ച് ബാക്കി ഫ്രിഡ്ജിലേക്ക് കയറ്റുവാ പതിവ്. വെള്ളം കിടക്കണോണ്ട് അങ്ങനെ കാണിച്ചു. അപ്പൊ നമുക്കെന്നാ അകത്തേക്ക് കൊണ്ടുപോകാം. ഓക്കേ. അപ്പൊ ഇനി എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നോക്കാട്ടോ. 6 കൂട്ടമെന്നല്ലേ പറഞ്ഞ? ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്യാം. അമ്മയുടെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്യുന്നുണ്ടോ? എന്തൊക്കെ രീതിയിലാവുമ്പോ കട്ട് ചെയ്യണേ? കത്രിക എടുത്താലേ കത്രികയുടെ മുറിച്ചു പോകും. ഇത് ഭയങ്കര കട്ട് ചെയ്യാം. അതുകൊണ്ട് നല്ല പാക്കിങ് നല്ലതാ. പിന്നെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എത്രയായി ഇതിന് 999 ആണ് റേറ്റ്. 999. അപ്പൊ പ്രൊമോഷൻ ഒന്നും അല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇടയ്ക്ക് ഒരു ചേഞ്ച്
അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നും നമ്മൾ വീട്ടിൽ ബില്ലുണ്ട് ഇതില്. ആ നമ്മളല്ലെങ്കിലും പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടില്ല ഇതുവരെ. അതെ അതെ ചെയ്തിട്ടില്ല. വിശ്വസിക്കാവുന്നവർക്ക് വിശ്വസിക്കാം. നമുക്ക് ഇഷ്ടമുള്ള സാധനം നമ്മൾ വാങ്ങിക്കുന്നു, നല്ലതാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അത് ചെയ്യുന്നു. ഇപ്പൊ പൊടികൾ തന്നെ നമ്മൾ വീണ്ടും അത് യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുമായിട്ട് നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഷെയർ ചെയ്ത് പറയും സാധനം നല്ലതാണെന്നുള്ളത്. മോശമാണെങ്കിൽ ഞാൻ പറയാറുണ്ട് അത്ര പോരാട്ടോ എന്ന് ഞാൻ പറയാറുണ്ട്. അത് സ്ഥിരം കാണുന്ന വ്യൂവേഴ്സിന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ബില്ല് നോക്കിക്കോ. ബില്ല് നോക്കാം. ബില്ല് നോക്കണേന് ഇപ്പൊ എന്നാ കുഴപ്പം? എനിക്ക് കണ്ണാടി വെക്കണം. 9 എന്നൊക്കെ ഞാൻ കണ്ടു. കണ്ണാടി വെക്കണം. കുഞ്ഞക്ഷരം 999. ഇവിടെ വെക്കട്ടെ എന്നാ. എന്നാലും ഞാനറിയാതെ ഇവിടെ അമ്മ അറിയിക്കാതെ കൊണ്ടുവന്നു. അതിലല്ലേ അതിന്റെ ത്രില്ല്. അത് ശരിയാ. പക്ഷെ ഞാനറിയാതെ അങ്ങനെ പലതും നടക്കണമല്ലോ. എന്ന് ഞാനുണ്ടാവൂലല്ലോ. ഇന്നർ പാക്കിംഗ് ആണോ? അതെ, നല്ല പാക്കിംഗ് ആട്ടോ. അത് മൊത്തം തുറക്കല്ലേ, ആദ്യം കാർഡ്ബോർഡ് തുറക്ക്. അത് അതിന്റെ പാക്കിംഗ്. അത് നമുക്ക് കാണിക്കാം. കാർഡ്ബോർഡ് ആദ്യം തുറക്കണം. എന്നാ ഞാൻ അല്ല തുറക്കണ്ട, അല്ലാതെ എടുക്കാം. അങ്ങനെ തന്നെ എടുക്കണം. നോക്കട്ടെ കേട്ടോ. അതതിന്റെ എടുക്കാം. അതാണ് സംഭവം. നോക്കിക്കോ. ഓണം സദ്യ പാക്ക്. ഞാൻ അപ്പനെ ഒന്ന് കാണിച്ചു വരാം വേഗം. ഒരു സെക്കൻഡ്. ഇവിടെ ഇരിപ്പുണ്ട്. കൊള്ളാം അല്ലേ? കൊള്ളാം, നല്ല രസമുണ്ട്. മിനി പാക്കിംഗ്. എന്നിട്ട് തുറക്കാം. കാണിച്ചേച്ച് ഇപ്പൊ വരെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇത് കണ്ടോ? ഇത് നോക്ക്. നോക്കിയാൽ മതി. ഞങ്ങൾ തുറക്കാൻ പോവാ. പാക്കിങ് കാണാനാ. ആദ്യം കാർട്ടൺ, അത് കഴിഞ്ഞിട്ട് അവരുടെ നല്ല പാക്കിങ്. അതുകൊണ്ടാ ഞാൻ കറി സെപ്പറേറ്റ് മേടിക്കാതിരുന്നേ. നന്നായി. ഓണം വൈബ് കിട്ടാൻ. ഓണം ആയില്ല, അത്തായല്ലോ. അതായി. ഇപ്പൊ ഓണത്തിന് ദിവസങ്ങൾ മാത്രം അത്രേ ഉള്ളൂ. അപ്പൊ ഒരു വെറൈറ്റിക്ക്. ഇനിയിപ്പോ ഓണത്തിന് വേറെ. എനിക്കിപ്പോ ഈയിടെയായിട്ട് സദ്യകളോടൊരു പ്രത്യേക താല്പര്യ. എന്നാലും ഞങ്ങളിവിടെ സദ്യ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നീ പറഞ്ഞല്ലോ അയ്യോ എന്ന്. ഞാൻ സുനിലോട് ശൈലോടും അത് പറഞ്ഞ. എന്നിട്ട് അവര് ഭയങ്കര ചിരി. എങ്ങനെയൊക്കെ അതിനകത്ത് ഇരിക്കണേ. നല്ല അടിപൊളിയായിട്ടാ. നമ്മളിത് പലപ്പോഴും നീ കറിയായിട്ട് പോത്തീസിന്നൊക്കെ വാങ്ങിച്ചോണ്ട് വരാറില്ലേ പാക്കറ്റ്. അവിയലിന്റെ സാമ്പാറിന്റെയും കൂട്ടുകറിയുടെയും നീ മേടിക്കാറുണ്ട്. ഇതിലെന്തൊക്കെയാ ഉള്ളത് നോക്കാം. ഓരോന്ന് എടുക്കാം. ഓരോന്നിന്റെ പുറത്തും ഉണ്ടാവും. ടേസ്റ്റി നിബിൾസ് സാമ്പാർ 2 പാക്കറ്റ്. സാമ്പാർ 2 പാക്കറ്റ് ഇവിടെ വെക്കട്ടെ. ഓരോന്നും കാണിക്കാം. അവിയൽ. അവിയലും 2 പാക്കറ്റ്. അവിയല് 2 പാക്കറ്റ് ഉണ്ട്. അമ്മ ഹാപ്പി ആയോ? ഓരോന്നും എടുത്ത് വെക്കട്ടെ. ഇന്ന് ആഘോഷാക്കാം. വെജ് ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. പായസം. പായസായിട്ടാ. കൂട്ടുകറി. പായസം. ഞാൻ ഹാപ്പിയായി. എനിക്ക് പാല് ചേർത്തുള്ള പായസമൊക്കെ വലിയ താല്പര്യ. അതെ, പായസം ചൂടാക്കിയാ മതി. പാലട പായസം കേട്ടോ. കൂട്ടുകറി. പായസം. ക്യാബേജ് തോരൻ. അടുത്തത് കാളൻ. ഹാപ്പിയായി. ഇത് പിക്കിളായിരിക്കും. മാംഗോ പിക്കിൾ. കട്ട് മാംഗോ പിക്കിൾ. ഇത്ര ഐറ്റംസ് ആണ് അതിന്റെ. ഞാൻ അല്ലാതെ കാണിച്ചു തന്നെ ശരിക്കും. ഇത് എങ്ങനെ വെക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കറികൾ കേട്ടോ. ക്യാബേജ് തോരൻ, കാളൻ, കൂട്ടുകറി, സാമ്പാർ 2 എണ്ണം, അവിയൽ 2 എണ്ണം, പാലട പായസം, കട്ട് മാംഗോ പിക്കിൾ 6 കൂട്ടം പ്ലസ് പായസം. ടോട്ടൽ 7 കൂട്ടം. അപ്പൊ ഞാൻ പപ്പടം കാച്ചിയേക്കാം. പപ്പടം ഇവിടെ ഇരിപ്പുണ്ട്, മേടിച്ചത്. അപ്പൊ അത് കാച്ചി എടുക്കാട്ടോ. ശർക്കര വരട്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കാ വറുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ എന്താ വേണ്ട? 2 കായ വറുത്തിട്ടുണ്ട്. മതി. കുഞ്ഞു കായായിരുന്നു. അപ്പൊ നല്ല രസം അത് കാണാൻ. പുളിയിഞ്ചിയും കൂടെ മേടിക്കായിരുന്നു. മേടിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഇത്രേ ഉണ്ടല്ലോ. ഇനിയിപ്പോ ഓണത്തിന് കഴിക്കാം. ഓണം വരുമല്ലോ. അപ്പൊ ഇതാണ് ഐറ്റംസ്. ഞാൻ ഇപ്പൊ തൽക്കാലം ഇതിലേക്കൊന്ന് വെക്കുവാ. നിരത്തി ഇങ്ങനെ ഇടുന്ന എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാ. എന്നാന്ന് വെച്ചാൽ അപ്പയ്ക്ക് ഗ്രീൻ ടീ തകർത്തണം. എടുത്ത് വെക്കിട്ടെ. പടം എടുത്തോന്നാ. ഇതാണ് കേട്ടോ ഇതിന്റെ ബില്ല് അതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിരുന്നു. ഇത്തവണ ഞാൻ കറികൾ മാത്രമുള്ള പാക്കറ്റാണ് മേടിച്ചത്. കഴിഞ്ഞോണം മേടിച്ചതിൽ ചോറുണ്ടായിരുന്നു കേട്ടോ. ഇത്തവണ അത് അവൈലബിൾ ആണ്. പക്ഷെ ഇത്തവണ ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പാക്കറ്റ് വാങ്ങിയത്. 3ാമത്തെ ഇല നല്ല ഉഗ്രനാ. അപ്പയ്ക്ക് കൊടുക്കാതെ. അപ്പൻ, അമ്മ, മകള 3 പേർക്കും. പിന്നെ ഞാൻ അകത്ത് കൊണ്ടുപോയി വെച്ച് കഴുകി വൃത്തിയാക്കിയേക്കാട്ടോ. അതെ, കയറിപ്പോക്കോ. ആക്ടിവിറ്റികൾ എന്നാന്ന് വെച്ച് എടുത്തു. സമയം അനുസരിച്ച് ചെയ്തു. പൊക്കോട്ടെ. പിന്നെ വേറെ ഒന്നും കാണിക്കാൻ പറമ്പില്ലല്ലോ. നിന്റെ ചൈനീസ് ഓറഞ്ച് നാളെ എന്തെങ്കിലും ഇറങ്ങി കാണിക്കാം. അവിടെ ഉണ്ട് നിറച്ച്. അതെ. അമ്മ ഈ വഴി പോണോണ്ടല്ലേ ഇതിലേ വന്നെ. അതെ, നീ ഇതിലേ കയറിപ്പോക്കൊന്ന. ഇതിലേ കയറിപ്പോ.
ഓരോന്നോരോന്നായിട്ട് നമ്മൾ ചൂടാക്കുക കേട്ടോ. 3 രീതിയിൽ ചൂടാക്കാം. അത് ഇപ്പൊ എല്ലാവർക്കും അറിയാൻ തോന്നുന്നത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ച് അതിന്റെ സാധനങ്ങളെല്ലാം ഒരു പാത്രത്തിലേക്ക് ആക്കി 5 മിനിറ്റ് വരെ ചൂടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ മെത്തേഡ് അങ്ങനെ തന്നെ മൈക്രോവേവ് ചെയ്യാം. അതായത് ഈ സാധനം പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിലിട്ട് മൈക്രോവേവ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പാക്കറ്റ് അതുപോലെ തന്നെ ചൂടുവെള്ളത്തിലിട്ട് അങ്ങനെ ചെയ്യാം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം ചെയ്തപ്പോ തിളച്ച വെള്ളത്തിലിട്ട് അങ്ങനെ എടുക്കും കേട്ടോ. ഇത്തവണ നമ്മള് ഓരോ പാക്കറ്റ് വീതം ഓരോ പാത്രത്തിൽ തവയിലിട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ. 3 മുതൽ 5 വരെ മിനിറ്റ് എന്നാ പറഞ്ഞേക്കണത്. ഇത് അവിയല. സാമ്പാർ ചൂടാക്കി ഒരു പാക്കറ്റ് സാമ്പാർ എടുത്തോളൂ, കാരണം കാളനും ഉണ്ടല്ലോ ഒഴിക്കാൻ. അതുപോലെ അവിയലും ഒരു പാക്കറ്റ് എടുക്കണുള്ളൂ. 2 പാക്കറ്റ് അതിലുണ്ട് കേട്ടോ. ഒരു പാക്കറ്റ് എടുക്കണം. 2 ഇല്ലേ? ഉണ്ട്, 2 ഉണ്ട്. സാമ്പാറും അവിയലും 2 പാക്കറ്റ് വീതാ അല്ലേ. അപ്പയുടെ ഫേവറേറ്റ് പച്ചക്കറിയാണ് സാമ്പാർ. എൻ്റെ അവിയലപ്പയുടെ ഇത് ക്യാബേജ് തോരൻ. അങ്ങനെ ക്യാബേജ് തോരനും ചൂടാക്കി. അപ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേ കൂട്ടുകറി എനിക്ക് ഇഷ്ടം. ഇച്ചിരി മധുരമുള്ള കൂട്ടുകറിയാണ് എനിക്ക്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, സൂപ്പർ കൂട്ടുകറിയായിരുന്നു ദാക്ഷാണിയമ്മയുടെ അടിയന്തരത്തിന്റെ. ആണോ? ഉഗ്രൻ, അത്യുഗ്രൻ. അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മധുരം ഉണ്ടായിരുന്നോ? മധുരം തന്നെയല്ല, അതിന്റെ അരപ്പൊക്കെ വളരെ നല്ലതായിരുന്നു. മിതമായ മധുരം. അരപ്പ് നല്ല കറക്റ്റ് അരപ്പായിരുന്നു. അതിന്റെ വറുത്തരപ്പിന്റെ കറക്റ്റ്. ഇതുപോലത്തെ കളറും. അത് ഉദയന്റെ അമ്മയില്ലേ ഉഷ, പുള്ളിക്കാരത്തി പറഞ്ഞ അത് ഓരോ പാചകക്കാരും ഓരോ രീതിയിലാണ് കൂട്ടുകറിയുടെ പ്രിപ്പറേഷൻ ആയിരിക്കും. അവർക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാലോ. അതാണ് പ്രാദേശികമായ ഡിഫറൻസ്. അതെ 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 അതെ. അതല്ല, പുള്ളിക്കാരി പറയുമായിരുന്നു അവരുടെ ആ മോളുടെ കൊച്ചിന്റെ ഇതിന്റെ കറികൾ നല്ലതല്ല. 28-ന് നമ്മൾ പോയില്ലേ, ഒന്ന് ഓർക്കണില്ലേ, അഞ്ജുവിന്റെ കൊച്ചിന്റെ കൂട്ടുകറി. മറ്റതിലെ കൂട്ടുകറിയിൽ ഉരുളക്കിഴങ്ങും ഒക്കെ ഉണ്ടായിരുന്നു, നല്ലതായിരുന്നത്. അപ്പൊ എവിടെയോ പോവാണ്. കൂട്ടുകറി ചൂടായിതേ, പകർത്തുവാണേ. ഓണത്തിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ്, സദ്യയുടെ സ്പെഷ്യൽ ഐറ്റം ആണ്. അതെ, ഓണത്തിന്റെ അല്ല, ശരിയാ, വെജിറ്റേറിയൻ സദ്യയുടെ സ്പെഷ്യൽ ഐറ്റം അല്ലേ. എവിടെ ഇത് കഴിച്ചാലും കൂട്ടുകറിയൊക്കെ ഉണ്ടാവും. അപ്പൊ അതേ കാളൻ ഒഴിക്കുവാണേ. ഒഴിച്ചു കഴിഞ്ഞിട്ട് പിടിക്കാം, അല്ലെങ്കിൽ സ്പൂണും കണ്ടേ വടിച്ചെടുക്കാം. അതിലുണ്ടാവും കുറച്ചൊക്കെ. ഇത് വടിച്ചെടുക്കാം, നോക്കട്ടെ. ഒന്നുമില്ല, എന്നാലും കാളൻ 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 ഒഴിക്കട്ടെ എന്നാ. പാത്രത്തിൽ ചെറുതാണോ വെച്ചേ? ഇല്ല തികഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ലേ തികയൂ. കറക്റ്റായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരേപോലെ ഇരുന്നോട്ടെ എന്ന് ഓർത്തായും. ക്യാബേജിന് മാത്രം വേറെ പാത്രം എടുത്തോളൂ കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു ക്യാബേജ്. ഇനി പിക്കള കറികൾ എന്തൊക്കെയാ? 2, 5, 1, 6. കാളൻ കൂട്ടുകറി, അവിയല്, സാമ്പാർ, തോരൻ, ക്യാബേജ് തോരൻ, മാംഗോ പിക്കിൾ. അവൻ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പപ്പടം കാച്ചണം, പാലട പായസം. അവനെ വേണമെങ്കിൽ ചൂടാക്കി വെക്കാം. നോക്കട്ടെ അത് എങ്ങനെയാന്ന്. എടുക്കാം. ഇപ്പോഴേ കഴിച്ചു തുടങ്ങാലോ. എടുക്കാം. സമയം പ്രത്യേകിച്ച് ഓണാകുമ്പോൾ എനിക്ക് ഇതുപോലെയുള്ള പച്ചക്കറികളൊക്കെ കൂട്ടിയുള്ള സദ്യ കഴിക്കാൻ ഭയങ്കര ക്രേവിംഗ് ആണ് കേട്ടോ. നമ്മള് പാലട പായസം, അതാണ് എന്റെ വീക്ക്നെസ്. പൊട്ടിക്കുവാണേ. എനിക്ക് പരിപ്പും ഗോതമ്പും ആട്ടോ ഇഷ്ടം. പരിപ്പ് പണ്ട് രണ്ടും ഇഷ്ടാ. പരിപ്പും ഗോതമ്പും എനിക്ക് രണ്ടും ഇഷ്ടാ. കൂടുതൽ ഇപ്പൊ ഇഷ്ടം ഗോതമ്പാ. നോക്കിക്കോ ഒന്ന്. ഒഴിക്കുമ്പോ കാണാ, ഞാൻ ആഗ്രഹിച്ചത് തന്നെ. ഇപ്പൊ തന്നെ ഇച്ചിരി കഴിച്ചാലോ. ചൂടാക്കട്ടെ, പകർത്തട്ടെ. അങ്ങനെ ഇട്ടോ. ഇടുവാ. പഴം ഇടണം, മട്ടിക്കാതിരിക്കാനാ വെച്ചേ. പഴമൊന്നാലും എഴുതിയേക്കണം. പഴം ഇട്ടിട്ടുണ്ടെന്നാലും എഴുതിയിട്ടുണ്ട്. ഇതിൽ എന്നാക്കി എഴുതിയേക്കണേന്ന് വേണമെങ്കിൽ ഒന്ന് വായിച്ച് കേൾപ്പിച്ചാ കേട്ടോ. ഞാൻ ഇത് കളയും, ഉറുമ്പ് വരും. അതാ നോക്കട്ടെ കേട്ടോ. ഇൻഗ്രീഡിയൻസ്: മിൽക്ക്, ഷുഗർ, റൈസട, ബനാന, ഖോവ, ഗീ, കാർഡമം പൗഡർ. ഒഴിക്കട്ടെ? ഒഴിച്ചോ. ഒഴിക്കുമ്പോ ഇങ്ങനെയാവോ? അങ്ങനെ ഒഴിക്കും. നല്ല മണം. ഇനി മിക്കവാറും ഞാൻ മൊത്തം തീർക്കാൻ സാധ്യതയുണ്ട്. പായസം കിടില, നല്ല മണം. ഏലക്കായുടെ ഒക്കെ മണം വന്നിട്ടുണ്ട്. പിന്നെ പാല് വറ്റിച്ചേക്കുന്നോണ്ട് ആ കളറും. അതെ,
ആ കോരട്ടെ. അല്ല അങ്ങനെയല്ല, എടുത്ത് കാണിക്കുക. ആഹാ ക്യാമറ റണ്ണിങ്ങാ. ഇത് വലിയ ഇലയാണല്ലോ. പറഞ്ഞ പോലെ എല്ലാം വെക്കുമ്പോ കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം പ്രശ്നമായി ചെറിയ ഇല വെട്ടിയിട്ട്. ശർക്കര ഇച്ചിരി ഇട്ടോ, ആ ഓണത്തിന് പിന്നെ മേടിക്കാം നമുക്ക്. കാ വറുത്തത് ഇവിടെ വറുത്തതാ കേട്ടോ, കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും. കാ വറുത്ത എടുത്തോട്ടെ. 2 പാക്കറ്റ് 2 പാക്കറ്റ് സാമ്പാറിനുണ്ട്. ഞങ്ങൾ ഒരേ പാക്കറ്റ് ആട്ടോ എടുത്തോളൂ. ഒരു പാക്കറ്റ് ഇപ്പൊ എടുത്താൽ മതി അമ്മ പറഞ്ഞു. അത് മതി. ബാക്കി ഒരു പാക്കറ്റ് വൈകുന്നേരം ഇട്ട് തരാം. ഞാൻ ഇട്ട് തരാന്ന് പപ്പ ഇട്ടോളാം. ഇട്ടോട്ടെ. പുളിയിഞ്ചി ഇല്ല, പുളിയിഞ്ചി മേടിക്കാൻ മറന്നു. ഓർത്തില്ല അല്ലേ? ഇനിയിപ്പോ ഓണത്തിന് മേടിക്കാം. അതെ അതെ, അത്തം സ്പെഷ്യൽ. ഓണത്തിന് ഒരു ഓർമ്മ, ഓണം വരവായി എന്നുള്ളൊരു ഓർമ്മ കൊടുക്കല. ആദ്യം സാമ്പാർ ഒഴിച്ചേച്ച് കഴിക്കാം, പിന്നെ കാളൻ ഒഴിക്കാം അല്ലേ? കാളൻ അത്ര അരിയിൽ വെച്ച് അപ്പൊ ഇഷ്ടത്തിന് അങ്ങ് ഒഴിച്ചതേ. സാമ്പാർ അമ്മയ്ക്ക് പഠിക്കുക വെച്ചോട്ടെ. കൂട്ടുകറിയാ, നല്ലതാ. പപ്പടമുണ്ട്. 10 മിനിറ്റിൽ ഒരു കൊച്ചു സദ്യ റെഡിയായി. മാംഗോ പിക്കിളാട്ടോ. അതെ അതെ, എല്ലാ പാക്കറ്റിലും ഉണ്ടായിരുന്ന 6 കൂട്ടം അവരുടെ. കാ വറുത്തതും ശർക്കര വരട്ടിയും പപ്പടവും നമ്മുടെ എടുത്തായിരുന്നോ? ഇത് എടുത്തില്ലല്ലോ. ഈ ക്യാബേജാ. കൂട്ടുകറി, അവിയല്, കാവൻ, കട്ട്മാംഗോ. നമുക്കും ഇരിക്കാം. ഇരുന്നോ, ഞാൻ വിളമ്പി തന്നേച്ചിരിക്കാം. നിന്റെ ഇല ഇതല്ലേ പപ്പടം? എനിക്ക് മുറിച്ച പപ്പടം മതി. ചോറ് വരെ എടുത്തോണ്ട് വരാട്ടോ, ചൂടാറി പോണോണ്ട് കൊച്ചു ബേസിന് എടുക്കുക. ഇട്ടോട്ടെ? മതി 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 മതി, അത്ര മതി. നിനക്ക് ഏതൊക്കെ ഒഴിക്കേണ്ടത്? കാളൻ ഒഴിച്ചോ, എനിക്ക് കാളനാ ഇഷ്ടം. കാളൻ നന്നായിട്ട് അങ്ങ് ഒഴിച്ചോ. മതി 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 മതി. എനിക്ക് കാളം വേണ്ട. സാമ്പാർ ഉള്ളപ്പോ പിന്നെ അമ്മ എപ്പ കാളൻ എടുക്കാന്. നല്ല ആളോടായി പറയണേ. അതെ, കുട്ടികൾക്ക് നല്ലതാട്ടോ. പിന്നെ എന്നാ അവിയൽ ഇച്ചിരി മതി. ഞാൻ അവിയൽ ഫാൻ അല്ല, അത്രയും വേണ്ട എനിക്ക്. പകുതി, അതിന്റെ പകുതി എടുത്താൽ മതി. മതി മതി, അത്ര മതി. അവിയൽ ഫാൻ അല്ലാത്തോണ്ടാട്ടോ. പിന്നെ പേരിനങ്ങ് അവിയലും തോരനും ഏതാണ്ട് ഒരുപോലെ ആട്ടോ ഇരിക്കണത്. തോരൻ ഇവിടെ വെക്കട്ടെ? മതി മതി മതി, അത്ര മതി. പിക്കിള് സാമ്പാറും എനിക്ക് അത്ര താല്പര്യമില്ല. പിക്കിള് വലിയ കഷ്ണം വേണ്ട എനിക്ക്, ചാറ് മാത്രം മതി. മതി മതി മതി. മതിയോ? അത് ഇങ്ങനത്തെ പിക്കിളിന് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അമ്മ ഇരുന്ന് കഴിക്കാം. ഞാൻ ചോറ് എടുത്തോണ്ട് വരാം. ചോറ് ഇത് മറ്റേ ഇതാ, മാർജിൻ ഫ്രീ ഏരിയ. അത് തീരട്ടെ ഓർത്താ. പിന്നെ ഞാൻ മറ്റേ എടുക്കാൻ. ഇനി കാളൻ ഒഴിക്കുന്നു. ഈ കാളൻ ഇന്ത്യ എങ്ങനെ വെച്ചത്? ഇലയിലല്ല, അങ്ങനെ വെച്ച് ഇനി അതിലേക്ക് എടുക്കുന്നു. തൂർത്തെടുക്കും. പിന്നെ എല്ലാം നമ്മുടെ ടേസ്റ്റിനായിരിക്കും. അങ്ങനെ ഞങ്ങള് അത്തത്തെ വരവേൽക്കാൻ ഒരു കൊച്ചു സദ്യ കഴിച്ചു തുടങ്ങുവാണ്. അങ്ങനെ ഇന്ന് അത്തം പിറന്നു അല്ലേ. എത്ര വേഗമാണ് ദിവസങ്ങൾ കടന്നുപോയി നോക്കി. അപ്പോൾ ഓണത്തിന് മുന്നോടിയായിട്ട് ഒരു സദ്യ കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയപ്പോൾ ശരിക്കും ഇത് തന്നെയാണ് ഒരു റൈറ്റ് മൊമെൻ്റ് എന്ന് തോന്നിട്ടോ. അത്തത്തിൻ്റെ അന്ന് തന്നെ നമുക്കൊരു കൊച്ചു
കൊച്ചു സദ്യ കഴിച്ചങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാളൻ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ കാളനും കൂട്ടുകറിയും കൂടെ കൂട്ടി കുഴച്ചങ്ങ് കഴിക്കുകയാണ് കേട്ടോ. പച്ചക്കറി സദ്യകൾ ഇഷ്ടമുള്ള എനിക്ക് ഞാൻ എത്രത്തോളം എൻജോയ് ചെയ്തോന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, എന്നെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും ഓണത്തെ വരവേൽക്കാനായിട്ട് ഒരുങ്ങുവാണ്. നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയോ? നത്തമല്ലേ, പൂക്കളം ഇട്ടോ? കൊച്ചു പൂക്കളാണോ വലിയ പൂക്കളാണോ ഇട്ടത്? കമൻറ്റ് ചെയ്യണേ. അന്ന് മുളക് വെട്ടിയപ്പം കറിയൊക്കെ ഇട്ടപ്പോൾ ചോറിടാൻ സ്ഥലമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കറികൾ കുറവാണെങ്കിലും വലിയ ഇല വെട്ടിയത്. അപ്പോൾ ചോറിട്ട് കഴിയുമ്പോൾ അരികിലെല്ലാവരും ഡിസ്പ്ലേക്ക് വെട്ടി കേട്ടോ. അപ്പം അതേ കൺഫ്യൂഷൻ ഇല്ലാതെ കൈയിട്ട് ഇളക്കി ചോറെടുക്കാം. മഴ എപ്പോഴാണ് വേണമെന്ന് മഴയ്ക്കാനാണ് അറിയില്ല. അമ്മ സാമ്പാർ വെച്ചില്ലല്ലോ. കേട്ടോ കൂട്ടുകറി കുഴപ്പമില്ല. ഈ കൂട്ടുകറിയില്ലേ കടല കോമൺ ആയിട്ട് ഇല്ല, പിന്നെ തേങ്ങ വറുക്കണം, ഏത്തൊക്കെ ഉണ്ട്. കായും കടലയും കൂടെ ഉള്ള കൂട്ടുകറി, പിന്നെ തേങ്ങ വറുത്തിട്ടാണ്. അല്ല പൊട്ടറ്റോ നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ഈ പാക്ക് ചെയ്തിരിക്കുമ്പോ കേടാവാത്ത ഐറ്റംസേ അവർക്ക് വെക്കാൻ പറ്റും. പറയാൻ പറ്റില്ല, കേടാവാൻ പാടില്ലല്ലോ. ഇതിപ്പോ സുനിലിന്റെ എവിടെയെന്ന് പറഞ്ഞാൽ അന്നൊന്ന് തീരുവല്ലേ. ഒരു സൗകര്യപ്രദം ഇങ്ങനെ കിട്ടണത്. സാമ്പാറിനില്ലേ നല്ല കായത്തിന്റെ ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് സാമ്പാറിന്, കായത്തിന്റെ വളരെ നല്ലതാ. സാമ്പാറും കളം ഞാൻ എടുത്തില്ല കേട്ടോ. തോരനും കൂട്ടുകറിയും കുഴപ്പമില്ല, എന്റെ അഭിപ്രായം. 1000 രൂപ 999 ഇത്രയതിന്. പപ്പടം നമ്മുടെ, പിന്നെ അവിയലും അതുപോലെ തന്നെ സാമ്പാർ 2 പാക്കറ്റുകൾ. അത് 5 പേരുണ്ടെങ്കിൽ 2 പാക്കറ്റ് വേണം. ഇപ്പൊ നമ്മളായ അങ്ങനെ എഴുതിയിട്ടില്ല. അങ്ങനെ എഴുതില്ല. ചോറുണ്ട്. അല്ല ഇവള് പല പ്രാവശ്യം കറികൾ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. പാക്കറ്റ് കറികളായിട്ട്. ആ പണി നടന്നുകൊണ്ടിരുന്നപ്പോ സൗകര്യം, ആ പണി നടന്നുകൊണ്ടിരുന്നപ്പോ എത്ര പ്രാവശ്യം അതെ. അല്ല യാത്രയൊക്കെ പോകുമ്പോഴേ ഇതൊന്നും ചെയ്യണ്ട, എന്നാന്നോ ചൂടാക്കി പ്രിസർവേറ്റീവ് ഫ്രീ എന്നും എഴുതിയിട്ടുണ്ട്. യാത്രയൊക്കെ പോകുമ്പോ അതെ നല്ല സൗകര്യം. മലയാളി ഫുഡ് കിട്ടണം ഇന്നില്ല. ഇല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോ എല്ലാരും ഗ്യാസ് സ്റ്റവ് കൊണ്ടുപോകുമല്ലോ, ചൂടാക്കിയാൽ മതി പാത്രത്തിൽ. സുഭിക്ഷമായ മലയാളി ഫുഡ് ശരിക്കും വീട്ടിലുണ്ടാകുന്ന ടേസ്റ്റ് തന്നെയാണ്. ഞാൻ വേറെ പാക്കറ്റ് ഇവരുടെ മേടിച്ചിട്ടുണ്ട്. അതിനെന്നായിരുന്നു വില? 47 രൂപ ഓഫറിന് കിട്ടിയതാ. ലുലുവിൽ ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഓണത്തിന് ഉണ്ടാക്കാൻ എനിക്ക് ശർക്കര പായസം പപ്പടം പഴം ചേർക്കണ ഇഷ്ടം. പക്ഷെ പാൽപ്പായസവും ഞാൻ പപ്പടം പഴം ചേർക്കും. പഴയപ്പം ഇല്ല. ഇത് പപ്പടം ചേർത്ത് കഴിയുമ്പോൾ ഒരു നല്ല ടേസ്റ്റായി മാറും കേട്ടോ അതിന്. കണ്ട ഞങ്ങൾ കഴിക്കാം. നല്ല. ഞാൻ പപ്പടം ഒന്നും ചേർത്തില്ല. പപ്പടം ചേർക്കണ നല്ല കേട്ടോ. എനിക്ക് പപ്പടം ചേർക്കണ ശർക്കര പായസം മാത്രമേ ഇഷ്ടമുള്ളൂ. പരിപ്പും ഗോതമ്പും ഇത് നല്ല പപ്പടം ചേർക്കാം. പണ്ട് പരിപ്പല്ലേ പായസം. നല്ലതാ. ഒരു കാര്യം പറയാം, ടേസ്റ്റി നൂഡിൽസിന്റെ പാക്കറ്റ് നീ മേടിച്ചു നീ ഉണ്ടാക്കാറില്ലേ, അത് നീ പാല് വറ്റിച്ചെടുക്കും. അത് സൂപ്പറാ. സൂപ്പറാ. ഇത് പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കി വെച്ചേക്കൂല, അപ്പൊ ഇത്രയൊക്കെ സാധിക്കുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരു മിനി സദ്യ കഴിച്ചു. അതെ അല്ലേ? ഹാപ്പിയായി. എല്ലാവരും കുക്കിംഗ് ഒന്നും ചെയ്യാത്ത ഒരു ദിവസം. അതെ. ചോറ് വെച്ചു, പപ്പടം കാച്ചി, അത് മാത്രമേ ഉള്ളൂ ഇന്ന് ഇവിടെ. വൈകിട്ടത്തേക്കില്ലേ മീൻകറി ഇരിപ്പുണ്ട്. കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി. ഇതുണ്ടെന്ന് എനിക്കറിയില്ലല്ലോ. ഉണ്ടാക്കി. പിന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൂട്ടി വൈകിട്ട് അങ്ങ് തീർക്കാം. പാക്കറ്റ് എടുത്ത് വെച്ചോ വേണേ. ഫ്രീ അല്ല ഇനിയിപ്പം. അല്ല ഇനി ആ പാക്കറ്റ് പൊട്ടിക്കൂല, വേറെ ദിവസം പൊട്ടിച്ചാൽ മതി. ഈ നല്ല സൗകര്യ പണിയൊക്കെ ഉള്ളപ്പോ